ഇന്ന് ചെറിയൊരു വീഡിയോ. ഞാൻ ജോലിക്ക് പോകുന്നത് ഈ സമയത്ത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ ചൂടാണ്. നമുക്ക് നേരെ ഇവിടുന്ന് പോയിട്ട് മെട്രോ പിടിക്കണം. ADC മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ശാഖ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മെട്രോ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒറ്റ സെക്ഷനേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ നടക്കാനാണെങ്കിൽ ഉണ്ട്. അതുപോലെ ഒരിക്കലും നടക്കാൻ പറ്റില്ല, വലിയ പാടാണ്. പക്ഷേ റിട്ടേൺ ഞാൻ വരുമ്പോഴേക്കും നടന്നാണ് വരണേ. എന്തായാലും ഇപ്പം ചെറിയ ഈ വീഡിയോ ഞാൻ കാണിക്കാം എങ്ങനെ ജോലിക്ക് പോകുന്നതെന്നൊക്കെ. ഇതിലാണ് പോണേ. ഇത് കരാമയാണ്. അതിലിത് പഴയ കുറേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങൊക്കെ ഇപ്പം പൊളിച്ച് പുതിയ ബിൽഡിങ്ങൊക്കെ പണിതുകൊണ്ടിരിക്കുക. അതാ ഈ സൈഡ്. ഇതൊരു കടയാണ്. ഇതൊക്കെ വൈകുന്നേരം ഓപ്പൺ ആകത്തുള്ളൂ ഈ ഏരിയ. ഇത് ഈ സ്ഥലം ഒരു ചെറിയൊരു കൊച്ചു കേരളമാണ്. അതെല്ലാവർക്കും അറിയാം. കരാമ റെസ്റ്റോറൻറ്റ് ആണ്. വെള്ളിയാഴ്ച. നാളെ ആണെങ്കിൽ നമ്മുടെ നല്ല ഈ സമയത്ത് നാളെ ശനിയും ഞായറാഴ്ച കുറേ ആൾക്കാർ കാണും. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഇതിലേ പോകണം. ഈ സിറ്റി മാർട്ടിൻ്റെ ബാക്കിലാണ് മെട്രോ സ്റ്റേഷൻ. അവിടം വരെ വരുമ്പോഴത്തേലും ഞാൻ വേർക്കും. ഞാൻ എപ്പോഴും ഒരു ടൗൽ കഴിക്കേണ്ട പോകണം. അല്ലെങ്കിൽ ഞാൻ വേർത്ത് മെട്രോയ്ക്കകത്ത് ഒലിച്ച് നിൽക്കേണ്ടി വരും. ഇത് റെസ്റ്റോറൻറ്റ്, വൈഡ് റേഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ എപ്പോഴും തിരക്കാം. ഇപ്പോൾ ഈ വലിയ ഇരിക്കത്തില്ലാത്തതാണ്. അത് എപ്പോഴും തിരക്കായിരിക്കും. വീട്ടിൽ ഇത് ഊണ് ഫുഡ് എല്ലാം നല്ല ടേസ്റ്റാണ്. അങ്ങനെ വരുന്നു. ഇവിടെ നിൽക്കണം. ഇവിടെ ചെറിയ സിഗ്നലാണ്. സിഗ്നൽ വെച്ച് ലോങ് വലിയ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ താമസത്തിന് ഞാൻ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ വേർത്ത് തുടങ്ങി. കണ്ണൊന്ന് തിന്നാൻ പോലും പറ്റില്ല. കണ്ണ് തുറക്കാൻ പറ്റില്ല. അതുപോലത്തെ ചൂടാണ്. സിഗ്നൽ കിട്ടി. ഇങ്ങനെ പോകണം. നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ? ഇവിടെ വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കുന്നുണ്ടോ? ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ചൂടാണ്. ഞാനിവിടെ വന്നിട്ട് കുറേ നാളെ, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചൂട് കാണുന്നത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. നമ്മുടെ ഇതിൻ്റെ പേര് ADC മെട്രോ സ്റ്റേഷനാണ്. മെട്രോ കയറിയിട്ട് എത്തിയാണ്. ആക്ച്വലി ഇതിനകത്ത് കയറിയിട്ടും കുറേ നടക്കാനുണ്ട്. അതാണ് വേറെ കോമഡി. മെട്രോ കുറേ ആൾക്കാർ ജോലിയിൽ നിന്ന് വരുന്നതാണോന്ന് അറിയില്ല. കുറേ തിരക്കുണ്ട്. അങ്ങോട്ട് പോകുന്ന കുറേ ഉണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, പണി പാളിയോ? ഈ പേസ് എടുത്തില്ലേക്കും സംശയം. മെട്രോ റീചാർജ് ചെയ്യാൻ അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ. മെട്രോ റീചാർജ് ചെയ്ത് കാണിച്ചാൽ ഇവിടെ കാർഡ് വെച്ചിട്ടുള്ളതാണ് മെട്രോ. എൻ്റെ കാർഡിൽ ഇവിടെ കാർഡ് വരും. ടാപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. 4 പായ്ക്കുള്ള വീണം. കാർഡ് എടുക്കുന്നു. മെട്രോ കാലത്തേക്ക് നമ്മൾ പോകും. യെസ്, മെട്രോ ഇങ്ങനെ പോകും. നീറ്റും വൃത്തിയുമായിട്ട് അതായത് ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ വേറെ കാണുന്ന കാര്യത്തില്ല. എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. ടാപ്പ് ചെയ്യുന്നു. ഈ മെട്രോ കയറിയിട്ട്
നമ്മൾ മാക്സ് മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ചു. അപ്പം ഞാൻ അവിടുന്ന് ഒരു സ്റ്റേഷനിൽ പോകുന്ന എത്ര രൂപ എന്ന് പറയാം. ഓക്കെ, ഇവിടെ കാണിക്കും ബാക്കി ബാലൻസ്. ആപ്പിൽ നിന്ന് 3 റംസായുള്ളൂ ഒരു സ്റ്റേഷനും കൊണ്ട് വരാം. അവിടുന്ന് നേരെ ഫോട്ടോ അടിക്കുന്നു. എൻ്റെ ഹോട്ടലിൽ കാണിച്ചു തരാം. ഇവിടുന്ന് കാണാൻ പറ്റും, പക്ഷേ എത്തിപ്പെടാൻ കുറച്ച് പാടൊന്നുമില്ല, നടക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു തണലൊന്നുമില്ല, നമ്മൾ നടന്ന് തന്നെ പോകും. ഇങ്ങനെ ആക്ച്വലി ഇതെന്ന് പറഞ്ഞത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ളതാട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. ട്രക്കകത്ത് തന്നെ നമ്മൾ തന്നെ അതിന് തന്നെ അവർ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ആ കാണുന്ന ചുംബര ബിംബരങ്ങൾ ആണ് എൻ്റെ ഹോട്ടൽ. ഞാൻ കാണിക്കാം, വെയിലോട്ട് നമുക്ക് കറക്റ്റ് കാണാം. ഫ്രൈഡേയാണ്, പെട്ടെന്ന് പോകണം. ഇന്ന് കഫ്റ്റീരിയയിൽ ബിരിയാണിയാണ് ഫുഡ്. നമുക്ക് പെട്ടെന്ന് എന്നാൽ 3 മണിയാകുമ്പോൾ കഫ്റ്റീരിയ ക്ലോസ് ആവും. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കുകയും ചെയ്തു. പെട്ടെന്ന് 2:30. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് അങ്ങോട്ടത്തെ. ഇതാണ് നിങ്ങൾ കാണാവുന്ന വേണ്ട ശരാട്ടൻ ചെയ്തേക്കുന്ന ബിൽഡിങ്ങാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം. കുറേ നടക്കാനുണ്ട്. അവിടെ കാണുമ്പോൾ ആ ബിൽഡിങ് അടുത്തല്ലേ, നമുക്ക് ഇങ്ങനെല്ലാം പോകണം. ഇവിടെ റോഡ് മര്യാദയ്ക്ക് ക്രോസ് ചെയ്യണം കേട്ടോ. മറ്റേ അല്ലാത്ത രീതിയിലൊന്നും പോകരുത്. എല്ലാം ചോദിക്കണ്ട്. നേരത്തെ ഒരാൾ കയറിപ്പോയി ചെറിയ വണ്ടി, ഇലക്ട്രിക് സ്കൂട്ടർ, അത് വാങ്ങിച്ചു വരാൻ ചോദിക്കാറുണ്ട്. ഇവിടെ അതുകൊണ്ട് നടക്കണം, ജോലിക്കും അതുകൊണ്ട് വെക്കണം. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വണ്ടി നിർത്തി തന്നു. നമുക്ക് നാട്ടിൽ നടക്കത്തില്ല തന്നു. പക്ഷെ വെയിൽ രക്ഷയില്ല. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ ചൂടാണ്. ചൂടത്ത് കണ്ണ് ഒന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ണ് കിറക്കി അടയ്ക്കണം. അയ്യോ, എന്നെ ഇപ്പോൾ വേർക്കും. വലിയ താമസമില്ല. ഷർട്ടൊക്കെ വേർത്ത് നല്ല അകലെ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ടവല് വാങ്ങി ദേഹം കഴിയിട്ട് വീണ്ടും ഞാൻ ഡ്യൂട്ടിക്ക് കയറാറ്. പിന്നെ ക്ലൈമറ്റ് ഉണ്ട്, ഒരു പൊടിയല്ല ഇത്, ഹ്യൂമിഡിറ്റിയുടെ ഒരു സംഭവം. വിസിബിലിറ്റി കുറവല്ലേ. ഇത് പോലീസിൻ്റെ ഇതിൻ്റെ മതിലിൻ്റെ അപ്പം പോലീസിന് ഈ ചെറിയ തണലുണ്ടല്ലോ, ആ വരമ്പത്തോട് വേണം പോയിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അയ്യോ, ഇത് പുതിയ ഒരു ഹോട്ടലാണ്. കൺസ്ട്രക്ഷനൊക്കെ പൊളിയാണ്. ഈ ഏരിയയിൽ ട്രാഫിക് കൂടുതലുണ്ട്. ഒരു പുതിയ ബ്രിഡ്ജ് പണിയുന്നുണ്ട്. ആണ്ടാ, അതിപ്പം ഈ സമയത്ത് ഈ വർക്കേഴ്സിന് ഇപ്പോൾ ഉച്ചയ്ക്ക് പണിയില്ല. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ തീരും. പിന്നെ അവർക്ക് വൈകുന്നേരം ഉള്ളൂ. കാരണം ഈ സമയത്തൊന്നും ഒരിക്കൽ പോലും പണിയെടുക്കാൻ പോലും പറ്റത്തില്ല. ഒത്തുപോലെ ചൂടാണ്. ഞാൻ വേർത്തു. ഇതല്ല ഇത് ഒച്ചങ്ങാൻ ചെയ്യുമ്പോൾ വേർപ്പ് ഉറങ്ങുള്ളൂ. അതുപോലത്തെ ചൂടാണ്. കണ്ണാടി ഊരി കഴിഞ്ഞാൽ കണ്ണിങ്ങനെ വെച്ചുകൊണ്ട് പോകാം. ബിൽഡിങ് ഇങ്ങനെ ഈ വരമ്പത്തോട്ട് പോകണം. ഇല്ലെങ്കിൽ കാറ് പോകുന്നുണ്ടായി, നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നം. ഈ വരമ്പത്തോട്ട് പോകാം. കുറച്ച് തണൽ കിട്ടും. ഒരു ചെറിയ തണൽ പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഏത് വേണ്ട തുടങ്ങി. കാരണം ഈ റോഡിലെ നല്ല ചൂടടിക്കുമല്ലോ. പിന്നെ വണ്ടിയുടെ ഇത് അങ്ങനെ ഭയങ്കര ചൂടാണ്. ഇതാണ് എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് ട്രാഫിക്. അവിടെ ബുർജ് ഖലീഫ ഉണ്ട്. സത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു തുമ്പ് മാത്രമേ കാണത്തുള്ളൂ. ഇത് കാണാൻ പറ്റുമെന്നറിയില്ല. ഉണ്ട് എൻ്റെ പാട്ടിലുണ്ട്. ശരിയും കാണിക്കടാ. ഇത് ഷെയ്ഖ് സാർ റോഡാണ്. ഷെയ്ഖ് സാർ റോഡിൽ ഉള്ള ഹോട്ടലിൽ വരയ്ക്കാൻ ശരിയാട്ടുണ്ട്.
കറക്റ്റ് കാണാൻ നിങ്ങൾക്ക്. അതാണ് നമ്മുടെ ഹോട്ടൽ. അത്രേ ഉള്ളൂ. സത്യം അത്ര അടുത്തല്ല പക്ഷേ ഇതിലേ നടന്നു വീണ്ടും ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഈ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യുന്ന ഇതേ ഉള്ളൂ. കണ്ണിക്കട വരെ വെച്ചു വെള്ളം. അല്ല വേറെ ഉപ്പല്ലേ കണ്ണു പിടിക്കുന്ന നീറുന്നു. ചേട്ടനെ കണ്ട ജോലി ഉള്ളതാണോ ഇല്ലെന്ന് അറിയത്തില്ല. അത് ചെറിയ മരത്തിൽ തന്നെ റെസ്റ്റ് എടുക്കണമെന്നൊന്നും അറിയത്തില്ല. റെസ്റ്റുണ്ട്. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. റോഡിപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവർ നിർത്തി തന്ന ശേഷം മാത്രം പോവാം. ആ ചേട്ടൻ നിർത്തുന്നു. ഇത് റോഡിൽ ക്രോസ് ചെയ്യാം. ഈ വണ്ടികൾ ഇങ്ങോട്ട് വരത്തില്ല. അത് അപ്പത്തെ വഴി പോലെ നമുക്ക് നടക്കാൻ വേണ്ടി തന്നെ പറഞ്ഞാലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് നടക്കാനുള്ള പാത ഇട്ട് വന്നിട്ട് അവർ പണി സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി തന്നെ മാറ്റിക്കൊണ്ട് ഇത് അതിനുവേണ്ടി തന്നെ ഇവർ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമായിട്ടത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. അതിനുവേണ്ടി വരുന്നുണ്ടോ ബ്രിഡ്ജ് വരുന്നുണ്ടോ? ഉണ്ടോ ബ്രിഡ്ജ്? പൊടിയുണ്ടോ? ഇതാണ് ഷെയ്ഖ് സായി റോഡ്. കണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാണത്തില്ല. ഒരു മഞ്ഞ് പോലെ. പക്ഷെ മഞ്ഞല്ല, ഹ്യൂമിഡിറ്റിയാണ്. വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യും. ജസ്റ്റ് ഓടണം. ക്രോസ് ചെയ്തു. അതാണ്ട് നമ്മളെ ബിൽഡിങ് എത്തി. ഇനി വേറെ റോഡ് ക്രോസ് ചെയ്യണം. സർവീസ് റോഡ്. ഈ കാറ് വണ്ടി നിർത്തുന്നാൽ മാത്രമാണ് എത്തുന്നത്. പാവങ്ങൾ അവർക്ക് മനസ്സിലായി നമ്മൾ ചൂടിൻ്റെ അവസ്ഥ. അങ്ങനെ ഇവിടുത്തെ ചെറിയ രസമുണ്ടോ? ഇതുണ്ടോ വഴി അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നടക്കാനുള്ളത്. ഇതാണ് നമ്മുടെ പെരുങ്ങൾ വയ്ക്കും. ഇവിടെ തണലേ തണൽ. ഇത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ വേറെ പരിപാടി ഇങ്ങനെ ജോലിക്ക് കയറാൻ പറ്റില്ല. ഹോട്ടലിൽ കയറാൻ മുഖമൊക്കെ തുടച്ചാണെങ്കിൽ കയറാൻ. ഇത് വേറെ ഹോട്ടലാട്ടോ. ഇത് എച്ച് ഹോട്ടൽ എന്ന് പറയും. ഇത് നമ്മുടെ ഹോട്ടൽ. ഇതൊരു ഹോട്ടലോ വേറെ ഹോട്ടൽ. പിന്നെ ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് ആ സൈഡിലോട്ട്. കുറച്ച് പിന്നെ വേറെ മൊത്തം ഹോട്ടലുകളാണ് ഇവിടെ. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആൾക്കാരും ഫാക്ടറിക്കാരൊക്കെ ഇങ്ങനെ കറങ്ങും. ചില ആൾക്കാർക്ക് ഉച്ച വരെ ജോലി വെള്ളിയാഴ്ച. പണ്ട് ഇവിടെ വെള്ളിയായിരുന്നു എല്ലാവർക്കും അവധി. ഇനിയിപ്പോൾ ഒരു മാറ്റി സൺഡേ. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണ്. നമുക്കൊക്കെ 2 ദിവസം ഓഫില്ല, 1 ദിവസം ഓഫുള്ളൂ. വീക്കിലി മൺഡേ. എൻ്റെ ഓഫ് മൺഡേ ആണ്. ഹോട്ടലിലേക്ക് കയറാൻ പോകണം. ചെറിയൊരു വീഡിയോ ആണ്. ജോലിക്ക് വന്നിട്ട് മെട്രോ വന്നിട്ട് ഇത് അവസ്ഥ ഇങ്ങനെ. വൈകുന്നേരം ഞാൻ കാണിക്കാം പോകുന്നെങ്ങനെ. വൈകുന്നേരം ഞാൻ മൊത്തം നമ്മളെ ഇവിടെ നിന്നിട്ട് വീട് വരെ നടന്നാൽ പോകാറ്. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും മെട്രോ കാണത്തില്ല. അതുകൊണ്ടാണ് നേരെ എൻ്റെ പുറവശത്തുള്ള ആക്സസാണ്. ഫ്രണ്ടിക്കട ആക്സസ് അല്ല, സ്റ്റാഫിനുള്ള എല്ലാം പുറവശത്തുള്ള ആക്സസ്. അങ്ങനെയാണ്. അതൊക്കെ സാധനങ്ങൾ വന്ന വണ്ടി കേട്ടോ ഹോട്ടലിലേക്കുള്ള. ഇതേ സാധനങ്ങൾ ചില ആൾക്കാർ ഇന്റർവ്യൂ നടത്തുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര ചെക്കിങ്ങാണ്. ഇന്നോട്ടെല്ലാം കാണിക്കണം. അതെ വെൽക്കം. അപ്പം ശരി, നമ്മളിവിടെ വന്ന് പഞ്ച് F1 അടിക്കുക, ഫിംഗർ വെക്കുക. ഡ്യൂട്ടി നമ്മളെ സ്റ്റെപ്പ് ലിഫ്റ്റിൽ കേട്ടോ. സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ പോകണം. 2 ഫ്ലോർ ഉണ്ടാവും. 2 ഫ്ലോർ രണ്ടാമത്തെ ഫ്ലോറാണ് നമ്മുടെ യൂണിഫോം റൂം. ഞാൻ യൂണിഫോം എല്ലാം ഡ്രോപ്പ് ചെയ്തു. നമുക്ക് യൂണിഫോം കൂടെ കിട്ടും കേട്ടോ. എല്ലാം സെറ്റാണ്. ഇത് കേൾക്കുമ്പോൾ ഒരാശ്വാസമുണ്ട്. ലൈറ്റാണേ നോക്കുവാണ് യൂണിഫോം ഇവിടേക്ക്
Can I full set? കൊണ്ടു അങ്ങനെ പോലെ ഇങ്ങനെ എങ്ങനെ യൂണിഫോം ഡ്യൂട്ടി കയറും ഭീകരല്ലേ. യൂണിഫോം കിട്ടി. Hi, how are you? Okay, യൂണിഫോം ചെയ്യും. ഇതാണ് നമ്മുടെ ലോക്കർ റൂം. റെഡിയായി. നിങ്ങൾക്ക് ചോദിക്കും ഞാൻ ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബാർട്ടൻഡറായിട്ടാണ് ജോലി ചെയ്യണം. നമ്മൾ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അകത്തേക്ക് എനിക്ക് ലിമിറ്റ് ഉണ്ട് കാണിക്കാൻ. അതുകൊണ്ട് സോ ശരി പോകുമ്പോൾ കാണാം.